ഡൽഹി ജന്തർ മന്ദറിലെ CJPയുടെ സമരം തെല്ലൊന്നുമല്ല കേന്ദ്ര സർക്കാരിനെയും BJPയുമൊക്കെ ഞെട്ടിച്ചിരിക്കുന്നത്. ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ സമരം ചെയ്തവർ മടങ്ങിപ്പോയേക്കും എന്ന് കരുതിയ സ്ഥാനത്താണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കണ്ട് അവർ മടങ്ങിയിരിക്കുന്നത്. അതിന്റെ ഞെട്ടിലാണ് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉള്ളത്. കഴിഞ്ഞില്ല, നീറ്റ് പരീക്ഷാ ക്രമക്കേടായിരുന്നു CJP ഉയർത്തിയ വിഷയം. ഇപ്പോൾ അത് കഴിഞ്ഞു, അതിൽ ഒരു പരിഹാരമായിരിക്കുന്നു. മറ്റ് പല നീക്കങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റ് പല വിഷയങ്ങളിലേക്ക് കൂടി CJP കടന്നേക്കും. അത് കേന്ദ്രത്തിനെതിരെ ആയുധമാക്കുമെന്ന ആശങ്ക കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് ജെൻസി തലമുറയെ, യുവതലമുറയെ കയ്യിലെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കളത്തിലിറങ്ങിയിരിക്കുന്നത്. ജെൻസിയുടെ ഇടമായ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ സജീവമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുടരെ 3 വീഡിയോയാണ് പ്രധാനമന്ത്രി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതുൾപ്പെടെ ഇപ്പോൾ ട്രോളുകളാക്കി, മീമുകളാക്കി രംഗത്തെത്തുകയാണ് ജെൻസി തലമുറ. കഴിഞ്ഞില്ല, ഇതിൽ മോദിക്കെതിരായ കണ്ടന്റുകൾ അത് റിമൂവ് ചെയ്യാൻ, അത് ഡിലീറ്റ് ആക്കിക്കൊണ്ട് അക്കൗണ്ടുകൾ ഉൾപ്പെടെ റിമൂവ് ആക്കാനുള്ള നടപടികളിലേക്കും കേന്ദ്ര സർക്കാർ കടന്നിട്ടുണ്ട്. മെറ്റ അതിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ജെൻസിയെ കണ്ട് മുട്ടുവിറച്ചോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്നതാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അജിംസ്, സത്യത്തിൽ ഈ തലമുറയെ, ഈ സമരക്കാരെ മോദി ഭയപ്പെടുകയാണ് വലിയ രീതിയിൽ? നമ്മളിവിടെ കുറേ പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. ഇത് ഭയമല്ല അതിൻ്റെ പ്രശ്നം. ഒന്ന്, ഈ രാജ്യത്തെ പോളറൈസ് ചെയ്യാൻ വേണ്ടി സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുകയായിരുന്നു BJP ഇതുവരെ ചെയ്ത് കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടായിട്ട്. അപ്പോൾ ആ പോളറൈസേഷൻ യഥാർത്ഥത്തിൽ നടന്നു കഴിഞ്ഞു. അതിൻ്റെ ബെനിഫിറ്റ് BJPക്ക് ഉണ്ടായിട്ടുണ്ട്, പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ടുണ്ട്. ആളുകൾ വലിയ തോതിൽ വർഗീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം, 12 വർഷമായി മോദി ഭരിക്കുന്നു. ഈ 12 വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജന്തർ മന്ദറിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു യുവാവിൻ്റെ ശരാശരി ഏജ് എന്ന് പറഞ്ഞാൽ 18-20 വയസ്സൊക്കെ ആയിരിക്കും. ഈ 18-20 വയസ്സുള്ള ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന യുവാക്കൾ മോദി അധികാരത്തിലെത്തുമ്പോൾ 5-6 വയസ്സുള്ള ചെറുബാലികാരാണ്. അവരെ RSSും BJPയും ടാർഗറ്റ് ചെയ്തില്ല. അതാണ് മോദി പറയുന്നതിൻ്റെ അർത്ഥം. മോദി പറയുന്നതിൻ്റെ അർത്ഥവും RSS ചീഫ് മോഹൻ ഭാഗവത് പറയുന്നതിൻ്റെ അർത്ഥവും. മോഹൻ ഭാഗവത് എന്താ പറയുന്നത്? പുതിയ ജനറേഷൻ ലോജിക്ക് അന്വേഷിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ഈ ജനറേഷൻ ഗ്യാപ്പ് വളരെ വലുതാണ്, ആ ഗ്യാപ്പ് നികത്തണം എന്ന് പറഞ്ഞ അർത്ഥം ഇതുവരെ മുതിർന്ന തലമുറയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരിലേക്ക് കൂടി എത്തണം എന്നാണ് RSS ചീഫ് പറയുന്നതിൻ്റെ അവരുടെ മലയാളം. നരേന്ദ്രമോദി എന്താണ് മന്ത്രിമാരോട് പറയുന്നത്? നമ്മളെല്ലാവരും ഇൻസ്റ്റയിലേക്ക് ചെല്ലണം, ഇൻസ്റ്റയിൽ ചെന്ന് അവരോട് സംസാരിക്കണം. അതായത് അതൊരു ലോസ്റ്റ് ജനറേഷനാണ് RSSനെ സംബന്ധിച്ച്. അവരതിൽ ടാർഗറ്റ് ചെയ്യാൻ വിട്ടുപോയി. അതൊരു അബദ്ധമാണ്. അത് RSSനും BJPയും പറ്റിയൊരു അബദ്ധമാണ്. ഈ പുതിയ തലമുറയെ വർഗീയവൽക്കരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഒരുപക്ഷെ അവരത് മറന്നുപോയതായിരിക്കാം. അതല്ലെങ്കിൽ ഈ ജനറേഷൻ ഇവരുടെ യൂണിവേഴ്സിൽ നിന്ന് മാറി നിന്നാവാം. അത് രണ്ടാമത് ഒന്നാവാനാണ് സാധ്യത കൂടുതൽ. അതിന് കാരണം ഈ BJPയും RSSും വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ച്, എക്സും ഉപയോഗിച്ചുകൊണ്ട് വർഗീയവൽക്കരണം തുടരുമ്പോൾ ഇവർ ആ പരിസരത്തേ ഇല്ല. ഈ ജെൻസി എക്സിലില്ല, ഈ ജെൻസി ഫേസ്ബുക്കിലില്ല. അതൊക്കെ അമ്മമാരുടെയാണെന്ന് പറഞ്ഞാൽ അവർ മാറി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത്? ഞാൻ എൻ്റെ മക്കളോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കാത്തത്? അതിൽ കംപ്ലീറ്റ് നെഗറ്റിവിറ്റിയാണ് എന്നാണ് അവർ പറയുക. ഫേസ്ബുക്ക് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല വെച്ചാൽ അത് തുറന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നെഗറ്റിവിറ്റിയാണ്, അവർക്ക് ഇഷ്ടമല്ല. നെഗറ്റിവിറ്റി ഇൻ ദ സെൻസ് അവർ നോക്കുമ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും വാർത്തയുടെ അടിയിൽ കമൻറ്റ് ഒരു വിദ്യാർത്ഥി വായിച്ചു നോക്കുകയാണെന്നിരിക്കട്ടെ, അതിലെന്താ കാണും? നമ്മൾ തന്നെ ആലോചിച്ചു, മീഡിയ കൊണ്ടൊരു വാർത്ത കൊടുക്കുന്നു, അതിൻ്റെ കമൻറ്റ് ബോക്സ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനോരമയോ മാതൃഭൂമിയോ ഏതെങ്കിലും വാർത്തയുടെ കമൻറ്റ് സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കുക, എത്രമാത്രം നെഗറ്റിവിറ്റിയാണ് പറയുക. ആരെങ്കിലും പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇൻസ്റ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റ കംപ്ലീറ്റ് പോസിറ്റിവിറ്റിയാണ്, കുറേ കൂടി പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. അതിൽ കമൻറ്റ് സെക്ഷൻ പോലും അങ്ങനെ തന്നെയാണ്. ഇല്ല, വളരെ അപൂർവമായി ഇല്ല എന്നല്ല, പക്ഷെ കൂടുതലും പോസിറ്റീവ് കമൻറ്റ്സ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ ജെൻസി ഈ പറയുന്ന ഇടങ്ങളിൽ നിന്ന് വിട്ടുവെക്കുന്നു. അവർ അവരുടേതായ യൂണിവേഴ്സ് ഉണ്ടാക്കുന്നു, അവരുടേതായ സോഷ്യൽ മീഡിയയിൽ അവർ വ്യാപരിക്കുന്നു. അവിടെ ഈ വർഗീയവൽക്കരണം നടന്നില്ല. ഇതാണ് ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിൻ്റെ ഒന്നാമത്തെ പാഠം. ഈ പാഠം RSSന് മനസ്സിലായിട്ടുണ്ട്. അവർ നോക്കുമ്പോൾ ഇനി ഇവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഇനി എന്ത് ചെയ്യണം? ഇത്രയും കാലം അവരെടുത്ത പണി ഇനി ഒന്നുകൂടി എടുത്താൽ മാത്രമേ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ അവർക്ക് വർഗീയവൽക്കരിക്കാൻ കഴിയുള്ളൂ. അത് അസാധ്യവുമാണ്. അപ്പോൾ അവരെ വരുതിയിൽ നിർത്തുക, അവരെ തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക, ആൽഗോരിതം വഴി അവരുടെ ചിന്തകളെ സ്വാധീനിക്കുക. അതാണ് ഇനി RSSന് മുമ്പിലുള്ള ഏറ്റവും വലിയ ക്രൈസിസ്, ചലഞ്ച് എന്ന് പറയുന്നതാണ്. അത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, RSS ചീഫ് പറയുന്നു, മോദി പറയുന്നു. അതാണ് മോദി അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞിരിക്കുന്നു. 2-3 വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ വീഡിയോകളുടെ ഒരു പ്രശ്നം, അദ്ദേഹം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ തിരിച്ച് നല്ല രീതിയിൽ റോസ്റ്റ് കിട്ടുവാണ് അദ്ദേഹത്തിന്. ചെറിയ കുട്ടികൾ, 3-4 വയസ്സുള്ള കുട്ടികൾ വന്നിട്ട് മോദിജി ഫോൺ അങ്ങനെയല്ല പിടിക്കേണ്ടത്, താഴ്ത്തി പിടിക്കൂ, മൂക്ക് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജന്തർ മന്ദറിൽ പ്രൊട്ടസ്റ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ തന്നെ പറഞ്ഞു, ഇനി അടുത്ത ലക്ഷ്യം ഇൻസ്റ്റാഗ്രാം ആയിരിക്കുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ്? ഇൻസ്റ്റാഗ്രാമിൽ അഭിനവ് ബിഷ്ട് എന്ന് പറഞ്ഞൊരു ചെക്കൻ, അവന് 18-20 വയസ്സേ ഉണ്ടാവുള്ളൂ.
അവൻ ഭയങ്കരമായി ഹീറോയായി. അവനെന്തോ 10,000-15,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റ് കഴിഞ്ഞപ്പോൾ 6 ലക്ഷം മറ്റോ ആയിട്ടുണ്ട്. അവൻ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കണ്ടൻറ്റേ അല്ല അവൻ ചെയ്യുന്നത്, ഭയങ്കര രസകരമായ കണ്ടൻറ്റുകൾ ചെയ്യുന്നൊരു പയ്യനാണ്. അതിൻ്റെ രസം എന്ന് വെച്ചാൽ മേരി മെഹബൂബ് ഖയാമത്ത് ഹോയി എന്നൊരു പഴയൊരു ഗസലുണ്ട്, വളരെ സാഡ് സോങ് ആണ്. അതിൻ്റെ ഒരു റീമിക്സ് വേർഷൻ ഇവനും ഇവൻ്റെ കൂട്ടുകാരും കൂടി ചെയ്ത് വലിയ തോതിൽ ഹിറ്റായി, മില്യൺ കണക്കിന് വ്യൂസ് ആയാലും മില്യൺ കണക്കിന് ലൈക്സും ഷെയറൊക്കെ ആയിട്ടുണ്ട്. അതാണ് അവനെ ഹീറോ ആക്കി മാറ്റിയത്. അവൻ്റെ ഇൻസ്റ്റാഗ്രാം പൂട്ടിയിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അവനിന്ന് കരഞ്ഞുകൊണ്ട് വരും, എൻ്റെ ഇൻസ്റ്റാഗ്രാം തിരിച്ചു വരുന്ന വന്നേക്കാണ്. അവൻ വലിയൊരു പൊളിറ്റിക്കൽ അനിമലൊന്നുമല്ല, അവൻ രാഷ്ട്രീയം പറയുന്നതില്ല അവൻ്റെ റീലുകളിലൊന്നും. ജന്തർ മന്ദറിൽ പോകുന്നു, അവൻ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, പക്ഷെ അവൻ ചെയ്യുന്നതെല്ലാം വളരെ ലഘുവായ എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവൻ്റെ എന്തിനാണ് പൂട്ടിയത്? അപ്പോൾ നമുക്കറിയാം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും എക്സ് അക്കൗണ്ടും പൂട്ട് ചെയ്യാൻ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റ ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിലൊരു കണ്ടൻറ്റിൽ ബഹുഭൂരിഭാഗവും മോദിയെ ചീത്ത വിളിക്കുന്ന കണ്ടൻറ്റുകളാണ്. പിന്നെ ധർമ്മേന്ദ്ര പ്രധാനെതിരെ കണ്ടൻറ്റാണ്, ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിൻ്റെ കണ്ടൻറ്റുകളാണ്. ഇനി അടുത്തത് അതിൽ രസകരമായ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ വരുന്ന റീലുള്ള രസമുണ്ട്, എന്താ ഹലോ നിതിൻ ഗഡ്കരി ഹൗ ആർ യു നെക്സ്റ്റ് താങ്കളാണ്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആവുന്നത് E20 പെട്രോളാണ്. അപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്നില്ല, ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. ഇത് വളരെ ഓർഗാനിക്കായിട്ട് യുവസമൂഹത്തിൽ നിന്ന് ഈ സാധനം ഉണർന്നു വരും. ഇപ്പോൾ E20 ആണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നതെങ്കിൽ അതിൽ ഈ ജെൻസി മാത്രമല്ല, മുതിർന്ന തലമുറയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റ തന്നെ നോക്കുകയാണെങ്കിൽ മുതിർന്ന ആൾ, കുറേ കൂടി മുതിർന്ന ആൾ പോലും E20 പെട്രോളിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ഉള്ള റീലുകൾ ധാരാളമായി വരുന്നുണ്ട്. അപ്പോൾ ഭരണകൂടം അത് ഭയക്കുന്നുണ്ട്. ജെൻസി ആണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ഇനി E20യുടെ മൂവ്മെൻറ്റ് കൂടി അതിൽ ജെൻസിയിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ള ഭയക്കുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അത് കൃത്യമായി അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന അക്കൗണ്ട് സസ്പെൻഷൻ നടക്കുന്നത്. തീർച്ചയായിട്ടും അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യും. അതിലും ഗൗരവമുള്ള കാര്യം അതല്ല. ഇപ്പോൾ CJPയുമായിട്ടുള്ള ഒത്തുതീർപ്പ് ചർച്ചയിൽ ഗവൺമെൻറ് അവർക്ക് കൊടുത്ത ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കില്ല എന്നുള്ളതാണ്. എടുത്ത കേസുകൾ പിൻവലിക്കുമെന്നുള്ള ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷേ റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തിട്ടില്ല. റിട്ടേൺ എഴുതി കൊടുത്തിട്ടുണ്ട്, വാക്കാൽ കൊടുത്ത ഉറപ്പാണ്. ആ വാക്കാൽ കൊടുത്ത ഉറപ്പിൻ്റെ പുറത്താണ് ഈ പറയുന്ന CJP ലീഡേഴ്സ് ഈ സമരം പിൻവലിച്ചത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അസം, ബീഹാർ, UP ഈ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേസെടുക്കരുത് എന്ന് ഉറപ്പ് കൊടുത്തിട്ട് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഇറങ്ങി കളിക്കരുത്, ഇനി നിങ്ങൾ സമരവുമായി വരരുത്, നിങ്ങളുടെ പണി കിട്ടും, നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടില്ല, നിങ്ങൾക്ക് ജോലി കിട്ടില്ല, നിങ്ങൾക്ക് വിദേശത്ത് പഠിക്കാൻ പോകാൻ പറ്റില്ല എന്നുള്ള ഭീഷണിയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എന്ത് അർത്ഥത്തിലാണ്, എങ്ങനെയാണ് ഒരു ഒത്തുതീർപ്പ് ചർച്ച? ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചെന്നുള്ളത് ശരിയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോൾ തന്നെ ഈ കൊടുത്ത ഉറപ്പുകൾ ഈ സർക്കാർ പാലിക്കുമെന്ന് ഇവർ വിശ്വസിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? ഇപ്പോൾ ഇന്ന് CJPയുടെ വക്താവ് സൗരവദാസ് പറയുന്നുണ്ട്, ചൊവ്വാഴ്ച അതായത് നാളെ ഞങ്ങൾക്ക് ഇത് റിട്ടേൺ എഴുതി നൽകണം, ഈ ഉറപ്പ് എഴുതി നൽകണം എന്നവർ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷ എന്നാണ്. ഒരു ചെയ്യലും ഉണ്ടാവില്ല. അതായത് ഈ സമരത്തെ ഏത് വിധേനയും ഇനി ഒരു സമരം ഉണ്ടാവാത്ത രീതിയിൽ അടിച്ചമർത്തുന്ന രീതിയിൽ ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ, ഈവൻ എത്രത്തോളം എന്ന് വെച്ചാൽ ഫേസ് ഡിറ്റക്റ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച്, അത്തരം ക്യാമറകൾ ഉപയോഗിച്ച് ഈ സമരത്തിൽ പങ്കെടുത്ത ഓരോരുത്തരെയും തേടി പോലീസ് ചെല്ലും. ഓരോരുത്തരും തേടി ചെല്ലും. അത് ഏതെങ്കിലും തരത്തിലല്ല, അവരെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ്, ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് നിർത്തുക. ഇനി അവർ സമരത്തിന് ഇറങ്ങരുത് എന്നുള്ളതായിരിക്കും ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം. ഇനി സമരത്തിൽ പങ്കെടുത്ത മറ്റു ചിലർക്ക് നേരിട്ട അനുഭവങ്ങൾ കൂടി ഓർക്കും. ഇപ്പോൾ ജുനൈദ് എന്ന് പേരുള്ള ഒരാളുണ്ട്, അയാൾ UP കാരനാണ്. അപ്പോൾ ഈ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കാര്യം, ഈ ജുനൈദ് എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഈ 10-35 ദിവസം തുടർച്ചയായിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുത്തത്. സമരക്കാർക്ക് ഭക്ഷണം കൊടുത്തത് അയാളാണ്. അയാളുടെ വീട്ടിൽ ചെന്ന് പോലീസ് റെയ്ഡ് നടത്തി, UP പോലീസ്. അയാളുടെ വീട്ടിൽ നിന്ന് രേഖ എടുത്തുകൊണ്ടുപോയി, ബാങ്ക് അക്കൗണ്ട് എടുത്തുകൊണ്ടുപോയി, ബാങ്ക് പാസ്ബുക്ക് എടുത്തുകൊണ്ട് വന്നു, പാസ്പോർട്ട് എടുത്തുകൊണ്ട് വന്നു, എല്ലാം എടുത്തുകൊണ്ട് പോയി ആളുടെ കസ്റ്റഡിയിൽ വെച്ചു. അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. അങ്ങനെ വേട്ടയാടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സർക്കാർ അടങ്ങിയിരിക്കുമെന്ന് നമ്മൾ കരുതണ്ട. ഈ സമരത്തെ ഏത് വിധേനയും അവർ, കാരണം വെച്ചാൽ 12 വർഷത്തെ മോദി ഭരണത്തിൽ അവർക്കുണ്ടാകുന്ന ഏറ്റവും നാണം കെട്ട തിരിച്ചടിയാണത്. കർഷക സമരം തിരിച്ചടിയാകുന്നത് ശരിയാണ്, പക്ഷെ ഇതങ്ങനെയല്ല. അത് ദീർഘനാൾ ആ സമരത്തെ പൊളിക്കാൻ വേണ്ടി പല ഹൈവേ കുഴിച്ച് കിടങ്ങുണ്ടാക്കുന്നു, ലാത്തി ചാർജ് നടത്തുന്നു. അവരെ കോവിഡ് സമയത്ത് പോലും ആ റോട്ടിൽ പട്ടിണിക്കിട്ട് അവരാ സമരത്തെ ഇല്ലാതാക്കാൻ നോക്കി. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് പച്ചയ്ക്ക് ആഗോള മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു സമരം, അത് ജെൻസി സമരം സർക്കാരിനെ മുട്ടുകുത്തിച്ചു. അതുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല. ആ നാണക്കേടിൽ നിന്ന് പുറത്തു വരുന്നതിനപ്പുറം ഈ സർക്കാർ ചെയ്യുന്നത് ഇനി ഇങ്ങനെയൊരു സമരം ഉണ്ടാവരുത്, അതിന് ഏത് വിധേന അടിച്ചമർത്തുക എന്നുള്ളതാണ്. അതിന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന നിയന്ത്രണങ്ങളാവട്ടെ, ഈ പറയുന്ന കേസുകളാവട്ടെ. അസമിലൊക്കെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയോ? ഇപ്പോൾ ഇന്നൊരു മലയാളി യൂട്യൂബർ അസമിൽ കാണാണ്ടായിരുന്നു 4 ദിവസം മുമ്പ്. അത് ഒഡീഷയാണോ? അസമിൽ നിന്നാണ് ലാസ്റ്റ് കോൺടാക്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അസമിൽ നിന്നാണ് അയാൾ വീട്ടിൽ, വെച്ചാൽ അത്
അസമിലൊക്കെ എന്തെങ്കിലും സംഭവിച്ച ഒരു മനുഷ്യൻ അറിയുക പോലും ഇല്ല, ഒരു പത്രത്തിൽ വാർത്ത വരില്ല. അവിടെ എന്തായിരിക്കും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളത് ആലോചിച്ച് നോക്കുക. ബീഹാറിൽ AK-47 എടുത്ത് വെടിവെച്ചു സമരക്കാർക്ക് നേരെ ഈ പ്രൊട്ടസ്റ്റിനിടയ്ക്ക്. ഈ ജന്തർ മന്ദറിൽ തന്നെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് നമുക്കറിയാം. അപ്പോൾ ഈ ഭരണകൂടം അങ്ങനെ ഈ സമരത്തെ വളരാൻ അനുവദിക്കുകയോ ഇനി ഒരു പുതിയ സമരം ഉണ്ടാകുന്നത് നോക്കി നിൽക്കുകയോ ചെയ്യില്ല. അവരേത് വിധേനയും അത് തകർക്കാൻ ശ്രമിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഓർഗാനിക്കായിട്ട് ഈ എതിർപ്പുകൾ ഉയർന്നു വരും. ഇപ്പം നമ്മൾ വിചാരിക്കും ജന്തർ മന്ദർ കഴിഞ്ഞു, ഇനി അടുത്തത് എപ്പോൾ? അങ്ങനെ വിചാരിക്കേണ്ട. അങ്ങനെ അടുത്ത് ഉടനെ ഉണ്ടാവുകയല്ല ചെയ്യുക. സ്വാഭാവികമായി ഇപ്പോൾ CJP ഉണ്ടായതുപോലെ തന്നെ സ്വാഭാവികമായി പുതിയ പ്രശ്നങ്ങളിൽ സമരങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. അത് അടുത്തത് നിതിൻ ഗഡ്കരി ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം സാമൂഹ്യമാധ്യമങ്ങളുടെ കണ്ടന്റ് നമുക്ക് നോക്കിയറിയാം. ഇനി അടുത്ത അയാൾ തന്നെയാണ്. അത് എപ്പോൾ ഉയർന്നു വരും, ഇപ്പോൾ വരുമോ നാളെ വരുമോ എന്നുള്ളതല്ല, സ്വാഭാവികമായി വളരെ ഓർഗാനിക്കായിട്ട് അതൊരു മൂവ്മെൻറ്റായി മാറുക തന്നെ ചെയ്യും. ഭരണകൂടം നോക്കി നിൽക്കുകയൊന്നുമില്ല, ഭരണകൂടം വേട്ടയാടുകയും ചെയ്യും. യെസ്, അപ്പോൾ ഈ ജെൻസി തലമുറയെ വരുതിയിലാക്കാനുള്ള കേന്ദ്ര നീക്കം അത് ഫലം കാണുമോ അതോ പാളും? എന്ന് ചോദിച്ചാൽ ഇപ്പം ഈ വരുതിയിലാക്കുക എന്ന് പറഞ്ഞാൽ ഭയപ്പാടുണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആളുകളെ പൂർണ്ണമായും ഭയപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഭയപ്പെടുത്താനായിരുന്നെങ്കിൽ അവിടെ കണ്ട ഒരു പ്രധാനപ്പെട്ട ദൃശ്യം നോക്കുക. പോലീസ് വരുന്നു, മുള്ള് തറച്ച് ലാത്തിയുമായിട്ടിരുന്ന ആൾക്കാർ തല്ലുന്നു. തല്ലിയപ്പോൾ ആൾക്കാർ ഓടുകയല്ലേ ഇത്? നിന്ന് തല്ലുകൊള്ളുന്ന ആൾക്കാർ നമ്മൾ കണ്ടില്ലേ? അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അവരുടെ രാഷ്ട്രീയ ബോധ്യം അത്രയാണ്. ഞങ്ങൾ വന്നിട്ടുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ അന്യായമായി തല്ലുകയാണ്, തല്ലുകൊണ്ട് ഞങ്ങൾ പോകാൻ വന്നവരല്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞ് കൂടുതൽ ആളുകൾ വരുന്നതാണ് കണ്ടത്. പോലീസ് ആളുകൾക്കെതിരെ കേസെടുക്കുന്നു, വലിയ കേസുകൾ എടുക്കുന്നു, ഓടിച്ചിട്ട് തല്ലുന്നു, ഭയങ്കര വയലൻസിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. സാധാരണക്ക് പേടിയുള്ള ആൾക്കാർ ആ പ്രദേശത്തേക്ക് പോകാതിരിക്കും, പോയാൽ പോലീസ് പിടിക്കും. പക്ഷേ അത് ഒരുമിച്ചായിരുന്നു. ഇതിപ്പോൾ ഇവരെല്ലാവരും ഒറ്റയ്ക്കാണല്ലോ. കേസുണ്ട്. ആ സമയത്തും ആളുകൾ കൂടി വരുന്ന സമയത്തും അവിടെ ഒരുപാട് കേസെടുത്തിട്ടുണ്ട്. ആ കേസിനകത്ത് പെടാം. ഡൽഹി പോലീസ് ഒരുപാട് ഡീറ്റെയിൻ ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും ആൾക്കാർ കൂടിയല്ലോ. അപ്പോൾ പൂർണ്ണമായും ഒരു ഭയപ്പാടിന് കീഴടങ്ങിയിട്ടില്ലാത്തൊരു തലമുറ. ആദ്യം ഇവർ പരമാവധി ശ്രമിച്ചതിനാണ്, പേടിപ്പിക്കാനാണ്. നിങ്ങൾക്കെതിരെ കേസെടുക്കും, നിങ്ങൾക്കെതിരെ വെടിവെച്ചേക്കാം, അടി കിട്ടും. ആ ഭയപ്പാടിനകത്ത് ആളുകൾ കുടുങ്ങിയില്ല. അതാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഇവരുടെ സ്ട്രാറ്റജി പാളിയ ഒരു സംഗതി അതാണ്. സോ അതുകൊണ്ട് ഭയപ്പെടുത്തൽ എന്തുമാത്രം ഈസിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. ഒരു പരിധിവരെയൊക്കെ അത് വിജയിച്ചേക്കാം, പക്ഷേ പൂർണ്ണമായും വിജയിക്കുമെന്ന് കരുതാൻ വയ്യ. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു സമരമാണ്. ഇതിനകത്തൊരു പ്രശ്നമെന്ന് ചോദിച്ചാൽ ഈ തലമുറയെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഇഷ്യൂ ചോദിച്ചാലുള്ള കാര്യം, നമ്മൾ പുതിയ തലമുറ അവരുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരാണ്, ആസ്പിറേഷൻസ് ഉള്ളവരാണ്. ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇന്ന ലക്ഷ്യങ്ങൾ ഉണ്ടാവണം, എൻ്റെ ജീവിതത്തിൽ ഇന്ന നേട്ടങ്ങൾ ഉണ്ടാവണം, ഇന്ന സ്ഥലത്ത് എത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വളരെ സ്വകാര്യമായ ലക്ഷ്യങ്ങളുള്ളവരും ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരുമാണ്. അവരോട് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ ത്യജിക്കണം, നിങ്ങൾ ത്യാഗം ചെയ്യണം, അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മളോട് ചെയ്ത അന്യായങ്ങൾക്ക് മുഗളന്മാരോട് നിങ്ങൾ പകരം ചോദിക്കാൻ നിങ്ങൾ നിങ്ങളുടെ കരിയർ ഉപേക്ഷിച്ച് വരണമെന്ന് പറഞ്ഞാൽ വേറെ പണി നോക്കാൻ പറയുന്ന ആൾക്കാരാണ് പുതിയ തലമുറ. സിമ്പിളാണത്. അതായത് ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവർ സമരം ചെയ്തപ്പം രാജ്യത്തിൻ്റെ താല്പര്യത്തെ ഹനിക്കല്ലെന്നാണ് സംഘ് പരിവാറുകാർ ഇറങ്ങിയെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ താല്പര്യം കൂടി ചേർന്നാണ് രാജ്യ താല്പര്യം, അതിനപ്പുറത്തേക്കാൾ വലിയൊരു രാജ്യ താല്പര്യം ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ഇവർ പറയാൻ ശ്രമിച്ചത് എന്താണ്? ഇന്ത്യ, ഹിന്ദു ദേശീയത, നമ്മുടെ രാജ്യം, മുഗളന്മാർ നമ്മളോട് ചെയ്തത്, ഇതൊക്കെ പറഞ്ഞ് അവരുടെ ജീവിതാഭിലാഷങ്ങളെ ചവിട്ടി മെതിക്കാൻ ശ്രമിച്ചു. അങ്ങനെ സ്വയം ത്യാഗം ചെയ്യാൻ E20 അല്ല E50 ആയാലും ഞാൻ പെട്രോൾ അടിക്കാം, രാജ്യത്തിന് വേണ്ടിയല്ലേ എന്ന് പറയുന്ന, നോട്ട് നിരോധിക്കുമ്പോൾ വഴിയിൽ ക്യൂ നിന്ന് മരിച്ചു പോയാലും കുഴപ്പമില്ല രാജ്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്ന ഒരു 40+ തലമുറ അവർക്ക് കിട്ടിയിരുന്നു. 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അവരിൽ ഉണ്ടായിരുന്നു. അതിൽ താഴെയുള്ള ആൾക്കാർ, അതിന് താഴെയുള്ള മനുഷ്യർ അങ്ങനെ ക്യൂ നിന്ന് മരിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല, നിങ്ങൾ തരുന്ന E20 അടിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല, നിങ്ങൾ പറയുന്ന വാചാടോപങ്ങൾ കേട്ട് കോൾമാരി കൊണ്ട് വീട്ടിൽ പോയിരിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിൽ വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ വേണം എന്ന് പറയുകയാണ് ജനം. അവരോട് എന്തു പറയും? ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വല്ല സാധനവും കഴിഞ്ഞ 10-12 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള ടോട്ടൽ GDP-യുടെ എന്നുള്ള പെർസെൻറ്റേജ് എടുത്ത് നോക്ക്, അത് ഓരോ വർഷം കുറയ്ക്കുകയാണ്. എല്ലാ പ്രധാനപ്പെട്ട ജീവിത മേഖലകൾക്കും കൊള്ളാവുന്ന സ്ഥലത്ത് എല്ലാം സർക്കാരിൻ്റെ സ്പെൻഡിങ് സർക്കാർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം കൂടെ വിദ്യാഭ്യാസം കൊടുത്ത്, മികച്ച വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ഒരു തലമുറയാക്കി ഉയർത്തിക്കൊണ്ട് വന്നാൽ മറ്റേ വർത്തമാനം പറഞ്ഞാൽ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ വേണ്ടേ? ഇവരെല്ലാം കൂടെ ഭയങ്കര വിദ്യാഭ്യാസമുള്ള നല്ല ഒരു തലമുറയാക്കി വളർത്തിക്കൊണ്ട് വന്നാൽ അവരോട് എങ്ങനെ വർഗീയത പറയും? വർഗീയത പറഞ്ഞാൽ പോയി നോക്കാൻ പറയില്ലേ? അപ്പോൾ ഇവർ ഒരു ലിമിറ്റിൽ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ആ പ്ലാനില്ല 12 വർഷം ഓപ്പറേറ്റ് ചെയ്തത്. ഈ രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, സംഘ് പരിവാറിനെ നടുക്കി കളഞ്ഞൊരു സംഭവം എന്ന് ചോദിച്ചാൽ, അവർ നോക്കുമ്പോൾ അവർക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ആരൊക്കെയായിരുന്നു? അവർക്കെതിരെ സമരം ചെയ്ത എപ്പോഴത്തെയും വലിയ ഇരകളായിട്ടുള്ള മുസ്ലിങ്ങൾ, പൗരത്വത്തിൻ്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ, പലതരത്തിലുള്ള അട്രോസിറ്റീസിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ സമരം ചെയ്യുന്നു. മുസ്ലിങ്ങൾ നമുക്കെതിരെ സമരം ചെയ്യണം, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു ഹൈ കിട്ടുക. എന്നിട്ട് നിങ്ങൾ തീവ്രവാദികളാണ്, രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞ് സമരം ചെയ്തവരെയും ചെയ്യാത്തവരെയും എല്ലാം പിടി ജയിലിലിടണം. അപ്പോഴാണ് എന്ത് കിട്ടുക? ഹൈ കിട്ടുക. പിന്നെ ക്രിസ്ത്യാനികൾ, ദലിതർ,
കമ്മ്യൂണിസ്റ്റുകൾ, ഇവരൊക്കെ നമുക്കെതിരെ സമരം ചെയ്യണം. അവർ ചെയ്താൽ നമുക്ക് നമ്മുടെ കയ്യിൽ മാർഗ്ഗമുണ്ട് പൂട്ടാൻ, നമുക്ക് അടിക്കാൻ നമ്മുടെ ചാപ്പയുണ്ട്, നമ്മുടെ പവറുണ്ട് പിടിച്ച് തീഹാർ ജയിലിടാൻ അല്ലെങ്കിൽ വലിയ ശിക്ഷകൾ കൊടുക്കാൻ. മൊത്തം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളോടുണ്ട്. പക്ഷെ ഇവർ നോക്കിയപ്പോൾ ഈ തവണ സമരത്തിൽ വന്നവർ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നമുക്കെതിരെ ഒരിക്കലും സമരം ചെയ്തു കൂടാത്ത ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു സമരം അതുണ്ടായിക്കൂടാ. അതെങ്ങനെ ഉണ്ടായി? അതവരെ പേടിപ്പിച്ച് കളഞ്ഞു. മുസ്ലിങ്ങളാണെങ്കിലും ഓക്കെ, ദലിതരാണെങ്കിലും ഓക്കെ, ലെഫ്റ്റ് ആണെങ്കിലും ഓക്കെ, ക്രിസ്ത്യാനികളാണെങ്കിലും ഓക്കെ, നമുക്ക് കൈകാര്യം ചെയ്യാം. ഇത് നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് നാം വിചാരിക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിലെയും തന്നെ ആളുകൾ വന്നിരിക്കുന്നു. അതിലെല്ലാ കാസ്റ്റിലുള്ള ആൾക്കാർ സമരത്തിൽ നിൽക്കുന്നു. നമ്മൾ എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യും? രണ്ടാമത്തെ കാര്യം, ഒരു സമരത്തിന് വന്നിട്ടുള്ള ആളുകൾ വിളിക്കുന്ന മുദ്രാവാക്യം കേന്ദ്ര സർക്കാരിനെതിരാണ്. ഒരു ധർമ്മേന്ദ്ര പ്രധാനെതിരെ മാത്രമല്ല, നരേന്ദ്രമോദിക്കെതിരെ. അവർ നോക്കും മോദി ലോകത്താകമാനം ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇങ്ങനെ മുകളിൽ വെച്ചിരിക്കുകയാണ്. ആ മോദിക്ക് അങ്ങനെ എല്ലായിടത്തും സ്വീകാര്യതയില്ല എന്ന് വിളിച്ചു പറയുന്ന ഒരു സമരം. വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ നാടിൻ്റെ പല സ്ഥലത്തു നിന്ന് വന്നിട്ട് മോദി ഞങ്ങൾക്ക് സ്വീകാര്യനല്ല എന്ന് പറയാണ്. അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം മോദി എല്ലാവർക്കും സ്വീകാര്യനാണല്ലോ. മോദി ഇന്ത്യയെ പുതിയൊരു പ്രതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ഇന്ത്യയുടെ പുതിയ രാഷ്ട്രപിതാവായിട്ട് അവർ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹം സ്വീകാര്യനല്ല എന്ന് പറഞ്ഞൊരു തലമുറ മുഴുവൻ തെരുവിലിറങ്ങി നിൽക്കുക. അവരെങ്ങനെ തന്നെ ഉൾക്കൊള്ളും? ഇത്രയും കാലം എടുത്ത പണി മുഴുവൻ ഒരൊറ്റ ദിവസം കൊണ്ട് തകിടം മറിയുന്ന കാഴ്ച. മൂന്നാമത്തെ സംഭവം എന്താണ്? ഇനിയിപ്പോൾ പോട്ടെ, ഒരു സമരമൊക്കെ ഉണ്ടായാലും മോദിജിയുടെ ആൾക്ക് കുറച്ച് റെസ്പെക്റ്റ് ഉണ്ടാവും. അദ്ദേഹത്തിന് 12 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന, ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ്. നമ്മളല്ലേ പറയാൻ ശ്രമിക്കുന്നത്. അതെ, പൂജ്യം. അദ്ദേഹത്തോട് കുറച്ചൊരു ഭരണാധികാരി എന്നൊക്കെ റെസ്പെക്റ്റെങ്കിലും ഉണ്ടാവണ്ടേ? ഒരു റെസ്പെക്റ്റും ഇല്ല. മോദി ഈ നാടിൻ്റെ ശത്രുവാണെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നു ചെറുപ്പക്കാർ ഇറങ്ങി വന്നിട്ട്. പരമാവധിയിൽ ചില ഘട്ടത്തിൽ ആക്ഷേപത്തിൻ്റെ മാർഗം പോലും പോയി. അത് സംഘപരിവാറിന് സഹിക്കാൻ പറ്റിയില്ല. മോദി വിശ്വഗുരു, മോദി ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രപിതാവ്, അദ്ദേഹത്തെ ഒരു തലമുറ തെരുവിൽ ഇട്ട് എന്ത് ചെയ്യാണ്? ആക്ഷേപിക്കുകയാണ്. നിങ്ങൾ ഈ രാജ്യത്തോട് ചെയ്യുന്നത്, തലമുറയോട് ചെയ്യുന്ന പ്രശ്നം ഉന്നയിച്ചിട്ട്. ഈ ടി.ജി. മോഹൻദാസിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ട് പരിധി വിട്ട വർത്തമാനം പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ഹിന്ദുത്വത്തെ എല്ലാ വിഭാഗത്തിലും പെട്ട, ഇൻക്ലൂഡിങ് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ തന്നെ ഇറങ്ങി വന്നിട്ട് വേറെ പണി നോക്കാൻ പറയുകയാണ്. അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതാണ് അവരുടെ ഈഗോ ആയിട്ടാവുന്നു, അവരുടെ സ്ഥലകാലബോധം നഷ്ടമാകുന്നു. ശരിക്കുള്ള പ്രശ്നം അതാണ്. ഈ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ കിടക്കാൻ അവിടെ. അതുകൊണ്ടാണ് ഭയപ്പാട്. അത് മോദിക്ക് നല്ല ഭയപ്പാടുണ്ട്. കാരണം എന്താ? വിദ്യാർത്ഥി സമരത്തിൻ്റെ പ്രശ്നം അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു വല്ലാത്ത പടർച്ചയായിരിക്കും സംഭവിക്കുക. ലോകത്ത് പല എക്സാമ്പിൾസ് ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ നമുക്ക് എന്താണ്, CJPയുടെ 2-3 ആൾക്കാരെയും ചർച്ചയ്ക്ക് വിളിക്കാനെങ്കിലും ഉണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞാൽ വിദ്യാർത്ഥി സമരത്തിൽ ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. അത് അതിൻ്റെ പാട്ടിന് പോകും. അത് സർക്കാർ നന്നായിട്ട് മനസ്സിലായി. കാരണം എന്താണ്? ജനങ്ങൾക്ക് ഒരു കാരണമുണ്ട് സമരം ചെയ്യാൻ. ആ കാരണത്തെ മുൻനിർത്തിയുള്ള സമരമാണ്. ആ സമരം ആത്യന്തികമായി വരുന്നത് എങ്ങോട്ടാണെന്ന് മോദിക്ക് മനസ്സിലായി. ഈ പറയുന്ന ആളുകളുടെ മൊത്തം എന്താണ് രോഷം എങ്ങോട്ടായിരുന്നു? മോദിക്കെതിരെയാണ്. മോദിയുടെ ലവണന ഭോജ്യമാണ് ഏറ്റവും ഉയർന്നു കേട്ടുള്ള എന്താ മുദ്രാവാക്യം. മോദി പറഞ്ഞുള്ള സംഗതികളിൽ, മോദിയുടെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള അബദ്ധങ്ങളിൽ, മോദി ഈ നമ്പറുകൾ കൂട്ടിവെച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി നടത്തുന്ന അബദ്ധ പ്രസംഗങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ പറയുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാനാണെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ നിങ്ങൾ രാജിവെക്കണം എന്നല്ല, ധർമ്മേന്ദ്ര പ്രധാനെ മിസ്റ്റർ മോദി താങ്കൾ പുറത്താക്കണം എന്നായിരുന്നു മുദ്രാവാക്യം. നിങ്ങളത് ചെയ്യുന്നില്ല, നിങ്ങൾ സംരക്ഷിച്ച് പിടിക്കുന്നു എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം. അപ്പോൾ ആളുകളുടെ മൂഡ് മുഴുവൻ മോദിക്കെതിരായിരുന്നു. മോദിക്ക് മനസ്സിലായി മോദിയെ മോദിയുടെ ഓപ്പറേഷൻസ് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ PR-ന് മനസ്സിലായി, ക്യാബിനറ്റിൽ മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അമിത്ഷായ്ക്ക് മനസ്സിലായിട്ടുണ്ടാവണം. സോ ഇത് മുന്നോട്ട് പോകുന്നത് ആത്യന്തികമായി ഭരണകൂടം ആകെ തന്നെ രാജിവെക്കണം എന്നതിലേക്ക് എത്തും എന്ന ഭയപ്പാടാണ് അവരെ സംബന്ധിച്ച് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് വൈൻഡപ്പ് ചെയ്യാൻ നോക്കൂ. അതിനകത്ത് കേസുകളെല്ലാം പിൻവലിക്കണം എന്നുള്ള ആവശ്യം പോലും ഉന്നയിച്ചു. സാധാരണയിലേക്ക് സർക്കാർ അംഗീകരിക്കാതാണ്. ഇത്രയും വയലൻസ് ഉണ്ടായപ്പോൾ കേസെടുക്കും, പോലീസുകാരുടെ ബന്ധുക്കളൊക്കെ പ്രശ്നമുണ്ട്, എന്നിട്ടും എല്ലാ കേസും ഒഴിവാക്കാമെന്ന് ഉറപ്പ് കൊടുത്തത് ഈ സമരം ഇപ്പം തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നേരത്തെ പറഞ്ഞില്ലേ, ഭയപ്പാട് അതവിടെ കിടക്കുകയാണ്. എന്തുകൊണ്ട്? ഈ ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങളെല്ലാം റീലുകളായി ഇൻസ്റ്റഗ്രാമിൽ കിടപ്പുണ്ട്. അത് വെച്ചാൽ മോദി അസ്വീകാര്യനാണ്, മോദി അസ്വീകാര്യനാണ് എന്ന ശബ്ദം ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അതെടുത്ത് മാറ്റണം. അത് മാറ്റിയിട്ടില്ലെങ്കിൽ അത് എങ്ങോട്ടൊക്കെ വികസിക്കും? മില്യൺസ് ഓഫ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഓരോ റീലും ഏറ്റവും കുറഞ്ഞ 1 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്, ഏറ്റവും കൂടിയത് 15 കോടി ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ട്. സോ ഇത് ആരുടെ പോപ്പുലാരിറ്റിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. നരേന്ദ്രമോദി ഈ രാജ്യത്തെ അസ്വീകാരനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് എന്നൊരു തലമുറ നിന്ന് പറയുകയും ആ പറഞ്ഞത് മുഴുവൻ ഡിജിറ്റൽ സംഗതിയായിട്ട് അവിടെ കിടക്കുകയും ചെയ്യാണ്. അത് പെട്ടെന്ന് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാകുമെന്ന് മനസ്സിലാക്കുന്ന അവർ വേഗത്തിൽ അത് മാറ്റാൻ ഒരു വശത്ത് നിർദ്ദേശം കൊടുക്കുന്നു. മറ്റേ വശത്ത് എന്ത് ചെയ്യാണ്? മറ്റേ വശത്ത് കേസെടുത്ത ആളുകളെ ഭയപ്പെടും. ഇനി ഒരു സമരത്തിനൊരുത്തരം വരാൻ പാടില്ല, ആളുകളെ ഭയപ്പെടുത്തുകയാണ്. അതിൻ്റെ അർത്ഥം ചരിത്രത്തിൽ ആദ്യമായി 12 വർഷത്തിനിടയ്ക്ക് നരേന്ദ്രമോദി ഏറ്റവും ഭയപ്പെടുത്തിയോ. നോക്ക്, നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന കേരളത്തിലെ നടനും BJP നേതാവായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു, കശ്മീരിലെ കല്ലേറ് നിർത്തിക്കാൻ അറിയാമെങ്കിൽ ഇതും നിർത്തിക്കാൻ മോദിക്ക് അറിയാമെന്ന്. മോദിയെ കൊണ്ട് പറ്റിയോ? നിർത്തിക്കാൻ പറ്റിയില്ലല്ലോ. അവർ മോദിയെ പറഞ്ഞ സ്ഥലത്ത് നിർത്തിച്ചു.
പക്ഷേ മോദി ഒരു സുപ്രീമോ, ഒരു പവർഫുൾ മനുഷ്യൻ, താൻ തീരുമാനിക്കുന്നത് നടപ്പിലാക്കുന്ന ഒരാൾ, തനിക്കെതിരെ സമരത്ത് വരുന്ന ഏത് ആൾക്കാരെയും മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതാപശാലി ഇമേജ് പോയി. അദ്ദേഹം ഒരു പരാജയപ്പെട്ട നേതാവാണെന്ന്. അദ്ദേഹത്തെ മുട്ടുകുച്ചു കുറേ ചെറുപ്പക്കാർ വന്നിട്ട്. അപ്പോൾ താൻ ഇഷ്ടപ്പെടുന്ന ഏത് ഇഷ്യൂവിലും ക്ലൈമാക്സ് ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്നതാണ് പവർ എന്ന് പറഞ്ഞാൽ. അതാണ് അതിൻ്റെ സുപ്രീമോ പവർ. അതില്ല. ക്ലൈമാക്സ് നിങ്ങളല്ല തീരുമാനിക്കുന്നത്, ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ തീരുമാനിച്ച ക്ലൈമാക്സിൽ ഇത് അവസാനിച്ചു എന്ന് വെച്ചാൽ മോദിയുടെ ഒരു പ്രഭാവം, ഒരു 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 അധികായൻ്റെ പ്രഭാവം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. മോദി വളരെ വീക്കാണിന്ന്. അതറിയാവുന്ന അദ്ദേഹത്തിൻ്റെ ടീം അത് തിരിച്ചു പിടിക്കാനും മോദിയെ വീക്കൺ ചെയ്യുന്ന ശക്തികളെ എന്ത് ചെയ്യണം, ജനങ്ങളെ ഭയപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 12 വർഷത്തിനിടയിൽ ഏറ്റവും ഭയപ്പെട്ടത്, ഞാൻ പറയുന്നത് ഉത്തർപ്രദേശിൽ അപ്രതീക്ഷിതമായി 30 സീറ്റ് പോയപ്പോൾ പോലും മോദി ഇത്രയും പേടിച്ചിട്ടില്ല. കാരണം അത് അവർ ഒഡീഷ വെച്ച് മാനേജ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് പല സ്ഥലത്തുമായിട്ട് കർണാടക വെച്ച് മാനേജ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇത്രയും പേടിയുണ്ടായിട്ടില്ല. ബംഗാളും പിടിച്ചു, പേടിയുണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ഭയം ചെറുതല്ല. കാരണം അവർ 12 വർഷം കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പേഴ്സണൽ ഒരു വ്യക്തിയുടെ ഫിഗർ ഉണ്ടല്ലോ, ആ ഫിഗറിൻ്റെ ഒരു പ്രതിച്ഛായ, അതിൻ്റെ പ്രഭാവം, അതിൻ്റെ തിളക്കം ഇല്ലാതായി പോവുക. ഇനി എന്തെടുത്ത് വെച്ച് സെല്ല് ചെയ്യും? സെല്ല് ചെയ്യാൻ ഒരു സാധനം വേണമല്ലോ. ഇപ്പോഴും അവരുടെ USP എന്ന് പറയുന്ന സംഗതി എന്താണ്? യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അത് മോദിയാണ്. മോദി അങ്ങോട്ട് മാറ്റി വെച്ചാൽ പിന്നെ ആരെ വെച്ച് സെല്ല് ചെയ്യാൻ പറ്റും? ഏതവിടെ ക്ഷേത്രക്കൊള്ളയുടെ മൊത്തം ബഹളം കിടക്കുന്ന യോഗി ആദിത്യനാഥിനെ വെച്ച് സെല്ല് ചെയ്യാൻ പറ്റും? പറ്റില്ലല്ലോ. അമിത്ഷാ പിന്നിലുണ്ട്, പക്ഷേ അമിത്ഷായെ ഒരു ദേശീയ ബിംബമാക്കാനുള്ള പണി ഇനി എടുത്തു കഴിഞ്ഞിട്ടില്ല. ഹിന്ദു മുസ്ലിമും പറ്റില്ല. ഹിന്ദു മുസ്ലിം നടക്കത്തില്ലെന്ന് മറ്റേ അവർ പ്രസംഗത്തിൽ വിളിച്ചു പറഞ്ഞില്ലേ. സോ സംഘ് പരിവാരം അല്ലെങ്കിൽ ദ ടീം മോഡി, സംഘ് പരിവാർ എന്ന് വിടാം, ടീം മോദി ഏറ്റവും ഭയപ്പെട്ട സന്ദർഭമാണ്. ആ ഭയത്തിൽ നിന്ന് മറികടക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങളെ പുതിയ വിദ്യാർത്ഥി സമൂഹം കരുതലോടെ കാത്തിരിക്കണമെന്ന് ഞാൻ പറയാം. യെസ്. പക്ഷെ കുട്ടികളെ, ഇത് ഒന്നിൻ്റെയും അവസാനമല്ല, തുടക്കം മാത്രമായി കാണണം. കാരണം നിങ്ങളെ വരുതിയിലാക്കാൻ, നിങ്ങളെ നിശബ്ദരാക്കാൻ, നിങ്ങളെ ഭയപ്പെടുത്താൻ പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ചോദ്യം ചോദിക്കാൻ, വിമർശിക്കാൻ, പ്രതിഷേധിക്കാനുള്ള നിങ്ങളുടെ ഉള്ളിലെ തീ അണയാതിരിക്കട്ടെ.